ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഒരു ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കിയാലോ? അടിപൊളി ടേസ്റ്റിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും അതുപോലെ ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊരു ചിക്കൻ നൂഡിൽസാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അതിനായിട്ട് നമുക്ക് എല്ലില്ലാത്ത നല്ല ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇച്ചിരി കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ മുളക് പൊടി, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് വയ്ക്കാം. അപ്പോൾ ഇതിലോട്ട് നമുക്ക് 15 മിനിറ്റ് ആയിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടാക്കി നമുക്ക് ഈ ഓരോ പീസും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കണം, എന്നാലേ ഇത് നന്നായിട്ട് മൂത്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിത് ഒരു സൈഡ് കുക്കാകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാം നല്ലതായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് എടുത്ത് മാറ്റി വെക്കണം. എന്നിട്ട് നമുക്ക് ഈ നൂഡിൽസ് വേവിക്കണം. അതിന് ഞാൻ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കുക. നൂഡിൽസ് എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ 1/4 ഭാഗം നമുക്ക് വേവിച്ച് വെക്കണം. അതിൻ്റെ 1/4 ഭാഗം നൂഡിൽസ് നമുക്ക് ഈ ഫ്രൈയിലോട്ടിട്ടൊന്ന് വറുത്ത് കോരണം. നമ്മൾ മിക്സർ പാകത്തിന് എന്നുവെച്ചാൽ നമുക്ക് ആ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയാവുമ്പോൾ നമ്മുടെ ആ മസാലയുടെ ടേസ്റ്റും കൂടി ഈ ഫ്രൈയിലും കൂടെ കിട്ടും. അങ്ങനെ നമുക്ക് ഇതിനകത്തെ സ്പെഷ്യലാണ് ഈ ചിക്കൻ നൂഡിൽസിൻ്റെ. എന്നിട്ട് നമുക്കൊരു 2 സവാളയും കൂടെ എടുത്ത് വഴറ്റാം. ആ എണ്ണയിലോട്ടിട്ട് നന്നായിട്ട് സവാളയും കൂടെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ സവാള വഴന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ ക്യാരറ്റും ക്യാപ്സിക്കവും കൂടെ വേവിച്ചെന്ന് വെച്ചാൽ നൂഡിൽസ് നമ്മൾ വേവിച്ചതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇതും കൂടെ ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മസാലയും കൂടി ഇട്ടാണ് വേവിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നൂഡിൽസിൻ്റെ കൂടെ കിട്ടുന്ന മസാല വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ മസാലയും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 സ്പൂൺ സോയാ സോസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ഇനി അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നൂഡിൽസ് ഒരു 1/4 വേവാക്കി വേണം നമ്മൾ വേവിച്ച് വെക്കാൻ. കാരണം നമ്മൾ ഇതും കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു 5 മിനിറ്റ് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ഇട്ട് നമുക്ക് മസാല എല്ലാം കൂടെ ഒന്ന് പാകത്തിനാകത്തക്ക രീതിയിൽ ഇളക്കി നമുക്കിതൊന്ന് വയ്ക്കാം. അതിലോട്ട് ഞാൻ ഈ ഫ്രൈയും കൂടി ഇട്ട് കൊടുക്കും. ഫ്രൈ ഞാൻ ഒന്നും കൂടെ വറുത്തതിന് ശേഷവും ചെറിയ ചെറിയ പീസാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കണം. എന്നാൽ ആ മസാലയും എല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടത്തുള്ളൂ. അങ്ങനെ ഇതിനകത്തോട്ട് നമുക്ക് മസാലയെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളുടെ ഇതിൻ്റെ ഹൈലൈറ്റാണ് എന്താ, ഈ നൂഡിൽസ് ഫ്രൈ ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിത് കഴിക്കുമ്പം മസാലയുടെയും ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റും പിന്നെ ചിക്കൻ്റെ ടേസ്റ്റ്, ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ ഒന്ന് കിട്ടും. പിന്നെ നമുക്ക് ആ ഫ്രൈയും കൂടെ കിട്ടും. അപ്പോൾ നല്ലൊരു വെറൈറ്റിയാണ് ഈ നൂഡിൽസ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഇത് തയ്യാറാക്കി നോക്കിയിട്ട് എല്ലാവരും ഇതിന് കമൻ്റ് ഇടണം, ഇത് എങ്ങനെയുണ്ടെന്ന്. അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം.